ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 36 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പൗലോസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ചാണ് നാം വായിച്ചതെങ്കിൽ, ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് പത്രോസ് ചെയ്ത കാര്യങ്ങൾ നാം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 36 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീഥ എന്നു പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കലോളം വരേണം എന്ന് അപേക്ഷിപ്പാൻ 2 ആളെ അവൻ്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ടും തബീഥ തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ടും അവൻ്റെ ചുറ്റും നിന്നു. പത്രോസ് അവരെ ഒക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു, തബീഥയെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്നു, പത്രോസിനെ കണ്ടു, എഴുന്നേറ്റ് ഇരുന്നു. അവൻ കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ചു. അവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി. ഇത് യോപ്പയിലെങ്ങും പ്രസിദ്ധമായി. പലരും കർത്താവിൽ വിശ്വസിച്ചു. പിന്നെ അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്ന ഒരുത്തനോടുകൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു. യോപ്പയിൽ പത്രോസ് ചെയ്ത ഒരു അത്ഭുതമാണ് നമ്മളിവിടെ വായിക്കുന്നത്. വളരെ ചുരുക്കം വാക്യങ്ങളിലാണ് ഇത് എഴുതിയിരിക്കുന്നതെങ്കിലും ഇത് വളരെ വലിയൊരു അത്ഭുതമാണ്. മരിച്ച തബീഥ എന്നു പേരുള്ള ഒരു ശിഷ്യയെ ഉയർപ്പിച്ചു. ഈ പേരിൻ്റെ കൂടെ അവളെക്കുറിച്ച് പറയുന്നത് ശിഷ്യ എന്നാണ്. എന്താണ് ഒരു ശിഷ്യയുടെ ലക്ഷണം? നമുക്കറിയാം, പല ആളുകളും ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ചിലർ പറയും ഞാനൊരു വിശ്വാസിയാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ലോകമൊക്കെയും പോയി ശിഷ്യന്മാരെ ഉണ്ടാക്കണമെന്നാണ്. എന്നുവെച്ചാൽ യേശുവിനെ അനുഗമിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ. അവർക്കാണല്ലോ പിന്നീട് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായത്. ഇവിടെ യഥാർത്ഥ ശിഷ്യയായ തബീഥ ചെയ്തിരുന്ന കാര്യം എന്താണ് എന്ന് അവളുടെ മരണശേഷം ഉണ്ടായ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുകയും ലോകത്തോടുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. അപ്പോൾ അനാഥരെയും വിധവമാരെയും ചെന്ന് കാണുക, അവരെ സഹായിക്കുക എന്നത് യഥാർത്ഥത്തിലുള്ള ഭക്തിയുടെ ലക്ഷണമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ തബീഥ യഥാർത്ഥ ഭക്തിയുള്ളവളായിരുന്നു. അക്കാലത്ത് വിധവമാർക്ക് വേണ്ടി കരുതുവാൻ സാധാരണ സമൂഹത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. അവരുടെ കാര്യം വലിയ കഷ്ടമായിരുന്നു. എന്നാൽ തബീഥ ക്രിസ്തുവിൻ്റെ ശിഷ്യയായിരുന്നതുകൊണ്ട് അവർക്ക് വേണ്ടി കരുതുവാൻ അവൾ തയ്യാറായി. ഇത് എല്ലാ കാലത്തും ക്രിസ്തു ശിഷ്യന്മാരുടെ മുഖമുദ്രയായിരിക്കണം. സമൂഹത്തിൽ കഷ്ടമനുഭവിക്കുന്നവർ, ദാരിദ്ര്യവും ദുഃഖവും അനുഭവിക്കുന്നവർ, അവരെ സഹായിക്കുവാൻ, അവരെ കാണുവാൻ, അവരോട് സഹതപിക്കുവാൻ ഒരു മനസ്സ് അവർക്കുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള തബീഥയ്ക്ക് ദീനം പിടിച്ചു. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമാണ്, നല്ല ആളുകൾക്ക് എന്തുകൊണ്ടാണ് കഷ്ടത ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് തബീഥ. എന്നാൽ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാവും, തബീഥയ്ക്ക് രോഗം വന്നു മരിച്ചുവെങ്കിലും ഇതിൻ്റെ അവസാനം തബീഥയ്ക്ക് വന്നതൊന്നും അവളുടെ നാശത്തിനായിരുന്നില്ല എന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ്
പണ്ടൊരാൾ പറഞ്ഞു, നല്ല ആളുകൾക്ക് ചീത്ത കാര്യങ്ങൾ സംഭവിക്കാറില്ല എന്ന്. ആത്യന്തികമായത് അവരുടെ നന്മയ്ക്കായി തീരും. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. തബീഥ രോഗിയായി, അവൾ മരിച്ചു. ഇവൾ മരിച്ചപ്പോൾ ലുദ്ധയ്ക്ക് സമീപമാണ് യോപ്പ. യോപ്പയിൽ പത്രോസ് ഉണ്ട് എന്ന് അവർക്കറിയാമായിരുന്നു. അവർ പത്രോസിനെ വിളിച്ചു. എന്തിനായിരിക്കും അവർ പത്രോസിനെ വിളിച്ചത്? പത്രോസ് ഇതിനു മുമ്പ് മരിച്ച ആരെയും ഉയർപ്പിച്ചിട്ടില്ല. കർത്താവായ യേശുവിനോട് കൂടെ താൻ മരിച്ചവരെ ഉയർപ്പിച്ച സന്ദർഭങ്ങളിൽ ഉണ്ടായിരുന്നു. ലാസറിനെ ഉയർപ്പിച്ചു, നയീനിലെ വിധവയുടെ മകൻ ഉയർപ്പിച്ചു, പിന്നെ യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചു. അപ്പോൾ പത്രോസും യോഹന്നാനും യാക്കോബും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് പിന്നെ ഇവർ പത്രോസിനെ വിളിച്ചത്? പത്രോസ് ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണോ? എനിക്കറിഞ്ഞുകൂടാ. ഇനി പത്രോസിനെ വിളിച്ചതൊരു നല്ല ചരമപ്രസംഗം നടത്താനാണോ? അതും എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ഈ സംഭവം നടക്കുമ്പോൾ 1 തെസ്സലോനിക്കർ എഴുതപ്പെട്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം കർത്താവിൽ നിദ്ര പ്രാപിച്ച ആളുകൾക്ക് എന്ത് സംഭവിക്കും എന്ന ഒരു പഠിപ്പിക്കൽ പുതിയ നിയമസഭകളിൽ ഉണ്ടായിരുന്നില്ല. അത് പൗലോസ് എഴുതാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പാണ് തബീഥ മരിച്ചത്. തബീഥ ഒരു ശിഷ്യയാണെന്നും വിശ്വാസിയാണെന്നും ഒക്കെ അവർക്കറിയാമായിരുന്നു. ഒരു പക്ഷേ ഇവൾക്ക് എന്ത് സംഭവിക്കും എന്ന് പത്രോസിൽ നിന്ന് കേൾക്കാം എന്ന് വിചാരിച്ചായിരിക്കാം അവർ പത്രോസിനെ വരുത്തിയത്. പക്ഷേ പത്രോസ് വന്നപ്പോൾ താൻ ചെയ്തത് എന്താണ് എന്നത് എല്ലാവരെയും അതിശയിപ്പിക്കുന്നു, നമ്മളെയും അതിശയിപ്പിക്കുന്നു. പത്രോസ് എല്ലാവരെയും പുറത്താക്കി. അത് യായിറോസിൻ്റെ മകളെ കർത്താവ് ഉയർപ്പിച്ചപ്പോൾ ചെയ്തതുപോലെ തന്നെ ഈ 3 ശിഷ്യന്മാർ, അതായത് യോഹന്നാൻ, യാക്കോബ്, പത്രോസ് എന്നിവരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കർത്താവ് പുറത്താക്കിയതുപോലെ പൗലോസ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പുറത്താക്കി. എന്നിട്ട് താൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. താൻ എന്തായിരിക്കും പ്രാർത്ഥിച്ചത് നമുക്കറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ് താൻ അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയത് അതും നമുക്കറിഞ്ഞുകൂടാ. ഞാൻ വിചാരിക്കുന്നത് പത്രോസിന് ദൈവം തൻ്റെ ഹിതം വെളിപ്പെടുത്തി കൊടുത്തു. ഇവളെ ഉയർപ്പിക്കുക എന്നത് ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ടാണ് താൻ അങ്ങനെ പ്രാർത്ഥിച്ചത്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നും, ഇന്നും ആരെങ്കിലും മരിച്ചാൽ നമുക്കങ്ങനെ പ്രാർത്ഥിക്കണമോ? മരിച്ചവരെ ഉയർപ്പിക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണമോ? എൻ്റെ ഒരു ചോദ്യം, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു, അവർ ഉയർത്തെഴുന്നേറ്റു, അവർ വീണ്ടും മരിക്കില്ലേ? ലാസറിനെ ഉയർപ്പിച്ചു, ലാസർ വീണ്ടും മരിച്ചില്ലേ? അല്ലെങ്കിൽ ലാസർ ഇന്നും കാണേണ്ടതല്ലേ? അപ്പോൾ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഒരു നിത്യമായ അനുഗ്രഹം ആർക്കും ലഭിക്കാൻ പോകുന്നില്ല. ആയുസ് കുറച്ച് നീട്ടിക്കിട്ടും, അത്രമാത്രം. അതൊരു അതിശയമാണ്, അതിനൊരു സംശയവുമില്ല. പക്ഷേ എല്ലാ മരിച്ചവരെയും ഉയർപ്പിക്കുക എന്നതല്ല ദൈവത്തിൻ്റെ പദ്ധതി. എന്നാൽ ദൈവത്തിന് അതിന് കഴിവുണ്ട്. ദൈവത്തിന്, പത്രോസിനല്ല. ഇതിൻ്റെ പേരിൽ പത്രോസല്ല പ്രസിദ്ധനായത്. ഈ കാര്യം പ്രസിദ്ധമായി 43-ാം വാക്യത്തിൽ പലരും കർത്താവിൽ വിശ്വസിച്ചു എന്നാണ് കാണുന്നത്. അപ്പോൾ ദൈവം ചില സന്ദർഭങ്ങളിൽ അത്ഭുതകരമായ സൗഖ്യവും ഒരുപക്ഷെ അത്ഭുതകരമായ ഉയർത്തെഴുന്നേൽപ്പും അനുവദിച്ചു എന്ന് വരാം. പക്ഷേ അതൊരു നിയമമല്ല, അതൊരു സ്പെഷ്യൽ കേസാണ്, വെരി സ്പെഷ്യൽ കേസാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ തന്നെ 2 പേരെ മാത്രമേ ഉയർപ്പിച്ചതായി നാം വായിക്കുന്നുള്ളൂ. വേറെ വളരെയധികം ആളുകൾ മരിച്ചതായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് മരിച്ചവരെ എല്ലാവരെയും ഉയർപ്പിക്കുക എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല. എന്നാൽ വളരെ അപൂർവം സന്ദർഭങ്ങളിൽ ദൈവം ഇത്തരം അത്ഭുതങ്ങൾ അനുവദിക്കും. അത് ആളുകൾ കർത്താവിൽ വിശ്വസിക്കുവാനായി ആക്കി തീർക്കും. അത് പക്ഷേ എല്ലായിടത്തും സംഭവിക്കണമെന്നില്ല. അത് പ്രതീക്ഷിക്കുകയും വരുത്. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.